ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന, എൻ്റെ അമ്മയുടെ മുത്തശ്ശി മുതൽ അമ്മയുടെ 4 സഹോദരങ്ങൾ 5 പേരും കഴിഞ്ഞിരുന്ന വീടാണ് ഇത്. ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്, ഇവിടെയാണ് എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നത്. തിരുവനന്തപുരത്താണ്, വഴയില എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇതെൻ്റെ അമ്മയാണ്. അമ്മ ഇതെൻ്റെ അമ്മയാണേ. കണ്ടോ, കഴിഞ്ഞ വർഷത്തെ മഴ എല്ലാവർക്കും അറിയാമല്ലോ. ആ മഴയിൽ മൊത്തം ഇടിഞ്ഞു പോയി. മേൽക്കൂര കണ്ടല്ലോ, വീടിൻ്റെ ഒരു ഭാഗം മൊത്തം പോയതാ. ഇത് അത്യാവശ്യം നല്ല വർഷങ്ങൾ, 10-80 വർഷം പഴക്കമുള്ളൊരു വീടാണേ. 3-4 തലമുറകൾ താമസിച്ച വീടാണിത്. ഈ വീടിൻ്റെ മേൽക്കൂരയില്ല, ഒരു ടാർപ്പയിലാണ് ഈ വീട് നിൽക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം പോലുള്ളൊരു സിറ്റിയിലെ ഉള്ള ഒരു വീടിൻ്റെ അവസ്ഥയാണിത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറേ നാളുകൊണ്ട് തീരുമാനിച്ചത്. ആ ഭാഗത്തൊക്കെ മുറികളുണ്ടായിരുന്നു, അതെല്ലാം ഇടിഞ്ഞു പോയി. ഇതൊക്കെ ഏത് നിമിഷവും ഇടിഞ്ഞ് വീഴും എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ മഴയിൽ ഇടിഞ്ഞതാണ് ഇത്രയും ഭാഗം. ഒരു ചുവരിൻ്റെ ഫുള്ള് വാതിലിരുന്ന ഭാഗമാണ് ഇത് മൊത്തം ഇടിഞ്ഞു പോയി. മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് റൂമിലൊന്നും കിടക്കാൻ പറ്റത്തില്ല. ഈ വരാന്തയിലാണ് ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് കിടക്കുന്നത്. പിന്നെ ഇത് മുറിയാണ്. റൂമിൻ്റെ അവസ്ഥ കണ്ടല്ലോ. മഴ പെയ്തു കഴിഞ്ഞാൽ ടാർപ്പ കീറിയിരിക്കുവാണ് അവിടെ. അത് മൊത്തവും പോകും. ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകത്തില്ല. അതാ കണ്ടോ, ചുവരൊക്കെ കണ്ടോ, ഇതാണ് അവസ്ഥ. ഒരു ടാർപ്പ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കുവാണ്. ഇവിടെയാണ് പാചകം ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് വെറുതെ തുണികൾ വെച്ച് ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഒരു ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ടേക്കുവാണേ. ഇനി ഈ വീട്ടിൽ 2-3 സ്ത്രീകളുണ്ട്, ഞാനുണ്ട്, വല്ലപ്പോഴും വരുന്നുണ്ട്. എൻ്റെ ചേച്ചി വല്ലപ്പോഴും വരും, എൻ്റെ അമ്മ. ഞങ്ങൾ കുളിക്കുന്ന കുളിമുറിയാണ് ഇത് റോഡാണ് കേട്ടോ. ഞങ്ങൾ കുളിക്കുന്ന കുളിമുറി ഇതാണ്. റോഡിൽ നിന്ന് ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സാരി വെച്ച് മറച്ച് തൽക്കാലം കുളിമുറിയാക്കി വെച്ചേക്കുവാണ്. ഇത് ഓൾറെഡി ഒരു കുളിമുറി കെട്ടാനായിട്ട് ഞങ്ങൾ നോക്കിയതാണ്. ഇപ്പം ഈ അവസ്ഥയിലിരിക്കുവാണ് കുളിമുറി. വിശദമായിട്ട് ഈ സ്റ്റോറി ഞാൻ ഇനി പറയാം. ഓക്കെ, വീട് നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് വെക്കേഷൻ ആഘോഷിക്കാൻ ഞാനും എൻ്റെ 2 മക്കളും കൂടി വന്ന് നിൽക്കുന്ന സ്ഥലം. ഇവിടെ ഈ തിണ്ണയ്ക്കാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുന്നത്. അച്ഛനും അമ്മയ്ക്കും അകത്ത് ഒരു കട്ടിലുണ്ട്, അതിനകത്ത് അവർ കിടന്നുറങ്ങും. പിന്നെ ഈ വീട് ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായൊരു വീടാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു സ്റ്റോറിയുണ്ട്. അത് അറിയണമെന്ന് താല്പര്യമുള്ളവർക്കും ഞങ്ങളെ സഹായിക്കണമെന്നുള്ളവർക്കും, സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ആ സ്റ്റോറി പറഞ്ഞിട്ട് അതിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതൊരിക്കലും സാമ്പത്തികമായിട്ടല്ല ഞാൻ പറയുന്നത്. മാക്സിമം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കണേ ദയവ് ചെയ്ത്. ഒരുപാട് പേര് ഈ ഒരു അവസ്ഥ അറിയേണ്ടതുണ്ട്, അതുകൊണ്ടിട്ടാണ്. നിയമത്തിലിരിക്കുന്ന പലരും അറിയേണ്ടതുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ. അതായത് എനിക്കിനി ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് അറിയേണ്ടവർ അറിയണമെന്ന് കരുതിയാണ് ഈ വീഡിയോ ഇടുന്നത്.